ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാണ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണുള്ളത് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണുള്ളത് എന്ന് നോക്കാം. മാർക്കറ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, സ്റ്റേറ്റ് ഗവൺമെൻറ്റുണ്ട്. അപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് സീറോ കൂപ്പൺ ബോണ്ട്സ്, കൂപ്പൺ ബിയറിംഗ് ബോണ്ട്സ്, ട്രഷറി ബിൽസ്, സ്ട്രിപ്സ്. ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നതാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ് കൂപ്പൺ ബിയറിംഗ് ബോണ്ട്സ്. പിന്നെ പബ്ലിക് സെക്ടർ ബോണ്ട്സ് ഉണ്ട്. അത് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ഏജൻസീസ് ആവാം, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആവാം. അതേപോലെ തന്നെ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ആവാം. ഗവൺമെൻറ് ഏജൻസീസ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഇഷ്യൂ ചെയ്യുന്ന പബ്ലിക് സെക്ടർ ബോണ്ട്സ് ആണ് ഏതൊക്കെ? ബോണ്ട്സ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഏതൊക്കെ? ഗവൺമെൻറ് ഗ്യാരണ്ടീഡ് ബോണ്ട്സ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ്. പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, ബോണ്ട്സ്, ഡിബഞ്ചേഴ്സ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്നിവയൊക്കെ. നെക്സ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബോണ്ട്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് കോർപ്പറേറ്റ്സ് ഉണ്ട്, ബാങ്ക്സ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. കോർപ്പറേറ്റ്സ് ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്സ്, സീറോ കൂപ്പൺ ബോണ്ട്സ്, ഇന്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്സ് എന്നൊക്കെ. നെക്സ്റ്റ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ്, ബോണ്ട്സ്. നെക്സ്റ്റ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലോങ് ടേം ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, രണ്ടാമത്തത് ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ലോങ് ടേം ഇൻസ്ട്രുമെൻറ്റ്സിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡേറ്റഡ് സെക്യൂരിറ്റീസ് ഉണ്ട്, ഇൻഫ്ലേഷൻ ലിങ്ക്ഡ് ബോണ്ട്സ് ഉണ്ട്, സീറോ കൂപ്പൺ ബോണ്ട്സ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഓർ സ്റ്റേറ്റ് ലോൺസ് ഉണ്ട്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ബോണ്ട്സ് അല്ലെങ്കിൽ PSU ബോണ്ട്സ് ഉണ്ട്, കോർപ്പറേറ്റ് ഡിബഞ്ചേഴ്സ് ഉണ്ട്, ബോണ്ട്സ് ഓഫ് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ PFIs ഉണ്ട്. ഇത്രയും ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ലോങ് ടേം ഇൻസ്ട്രുമെൻറ്റ്സ്. നെക്സ്റ്റ് ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ട്രഷറി ബിൽസ് ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ് ഉണ്ട്, കൊമേഴ്ഷ്യൽ പേപ്പർ ഉണ്ട്, ബിൽസ് റീ ഡിസ്കൗണ്ടിങ് സ്കീംസ് ഉണ്ട്. എന്തൊക്കെയാണ് ട്രഷറി ബിൽസ്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം. ട്രഷറി ബിൽസ്, promissory notes of the central government and therefore qualify as being free of credit risk, issued to meet short-term funding requirements of the government account with the Reserve Bank. Sale is by auction. Any individual, corporate bank, primary dealer or other entity is free to buy T-bill. Denominations of 91, 182 and 364 days. ട്രഷറി ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് റിസ്ക് ഫ്രീ ആവാൻ വേണ്ടിയിട്ട്, ക്രെഡിറ്റ് റിസ്കിൽ നിന്നും ഫ്രീ ആവാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നൊരു പ്രോമിസറി നോട്ട്സ് ആണ് എന്ത്, ഈ ട്രഷറി ബിൽസ് എന്ന് പറയുന്നത്. അതായത് ക്രെഡിറ്റ് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രോമിസറി നോട്ടാണ് ട്രഷറി ബിൽ എന്ന് പറയുന്നത്. ഈ ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്നത് ഷോർട്ട് ടേം ഫണ്ടിങ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഗവൺമെൻറ്റിന് ഫണ്ട് അവൈലബിൾ ആവാത്ത സാഹചര്യങ്ങളിൽ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട്, മണി അല്ലെങ്കിൽ ക്യാഷ് കണ്ടെത്താൻ വേണ്ടിയിട്ട്, സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് റിസർവ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടി ഇഷ്യൂ ചെയ്യുന്ന ഒരു തരം പ്രോമിസറി നോട്ടാണ് എന്ത്, ട്രഷറി ബിൽ എന്ന് പറയുന്നത്. അവർക്ക് ഫണ്ടിൻ്റെ അവൈലബിലിറ്റി കുറയുന്ന സാഹചര്യങ്ങളിൽ ഇഷ്യൂ ചെയ്യുന്നതാണ്. ആ ഷോർട്ട് ടേം ഫണ്ടിങ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് ട്രഷറി ബിൽസ്. ട്രഷറി ബിൽസിൻ്റെ സെയിൽ എന്ന് പറയുന്നത് ഓപ്ഷൻ ബേസ് ആണ്. ഇത് ഇൻഡിവിജ്വലിനും കോർപ്പറേറ്റ്സിനും ബാങ്കിനും പ്രൈമറി ഡീലേഴ്സിനും അതർ എൻറ്റിറ്റീസിനൊക്കെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രഷറി ബില്ല് വാങ്ങാൻ പറ്റുന്നതാണ്. ട്രഷറി ബിൽസിൻ്റെ ഡിനോമിനേഷൻ എന്ന് പറയുന്നത് 91 ഡേയ്സ് ഉണ്ട്, 182 ഡേയ്സ് ഉണ്ട്, അതേപോലെ തന്നെ 364 ഡേയ്സ് ഉണ്ട്. ട്രഷറി ബില്ല് 91 ഡേയ്സിൻ്റെ ഉണ്ടാവും, 182 ഡേയ്സിൻ്റെ ഉണ്ടാവും, അതേപോലെ തന്നെ 364 ഡേയ്സിൻ്റെ ഉണ്ടാവും. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓർ CD, സിമിലർ ടു കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എക്സെപ്റ്റ് ദാറ്റ് ദി ഇഷ്യൂർ ഈസ് എ ബാങ്ക്. മിനിമം എമൗണ്ട് ഓഫ് എ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് can be rupees 1 lakh and maturity between 7 days and 1 year. Financial institutions can issue certificates of deposits only for maturities between 1 and 3 years. No premature cancellation of certificates of deposit is allowed.
സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ പേപ്പർ പോലെ തന്നെയാണ്. പക്ഷെ എന്താണ് ഇവിടെ ചേഞ്ച് ആയിട്ടുള്ളത്? ഇവിടുത്തെ ഇഷ്യൂർ എന്ന് പറയുന്ന ആരാണ്? ബാങ്ക് ആയിരിക്കും. ഇവിടെ മിനിമം എമൗണ്ട് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്. അതേപോലെ തന്നെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 7 ദിവസം തൊട്ടിട്ട് 1 വർഷം വരെയാണ്. ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതിലെ സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യാറുള്ളത്. മെച്യൂരിറ്റി എന്ന് പറയുന്നത് ബിറ്റ്വീൻ 1 and 3 years. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യാറുള്ളത്. ഇവരുടെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 വർഷം തൊട്ടിട്ട് 3 വർഷം വരെയാണ്. നെക്സ്റ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ. പ്രോമിസറി നോട്ട്സ് ഇഷ്യൂഡ് ബൈ ദി കോർപ്പറേറ്റ് സെക്ടർ ഫോർ റേസിംഗ് ഷോർട്ട് ടേം ഫണ്ട്സ് sold at a discount to face value. Maturity can range between a minimum of 7 days and a maximum of 1 year. Commercial papers are required to be rated and the minimum rating eligibility is P2. Every commercial paper issue has an issuing and paying agent which has to be a scheduled bank. Stamp duty is currently payable on commercial papers issues depending on the maturity and who the initial buyer is. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സെക്ടേഴ്സ് ഷോർട്ട് ടേം ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന പ്രോമിസറി നോട്ടാണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. അതായത് കോർപ്പറേറ്റ് സെക്ടേഴ്സ് അവരുടെ ഷോർട്ട് ടേം ഫണ്ട്സ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ച് കാലത്തേക്ക് മാത്രം ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന പ്രോമിസറി നോട്ടാണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ഇത് സോൾഡ് ചെയ്യുന്നത് ഡിസ്കൗണ്ട് വാല്യൂ, ഫേസ് വാല്യൂവിലെ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടാണ് ഈ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് സോൾഡ് ചെയ്യുന്നത്. ഫേസ് വാല്യൂവിൽ നിന്ന് ഡിസ്കൗണ്ട് നൽകിക്കൊണ്ടാണ് കൊമേഴ്ഷ്യൽ പേപ്പർ സോൾഡ് ചെയ്യുന്നത്. ഈ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സിൻ്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് മിനിമം 7 ഡേയ്സും മാക്സിമം 1 ഇയറുമാണ്. എല്ലാ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ അവിടെ ഇഷ്യൂയിങ് ആൻഡ് പേയിങ് ഏജൻറ്റ് IPA ഉണ്ടായിരിക്കും. അവരായിരിക്കും, ആ IPA എന്ന് പറയുന്നത് ആരായിരിക്കും? ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് ആയിരിക്കും. ഏത് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ അവിടെ ഇഷ്യൂയിങ് ആൻഡ് പേയിങ് ഏജൻറ്റ് ഉണ്ടായിരിക്കും. അവർ ആരായിരിക്കും? ഷെഡ്യൂൾഡ് ബാങ്ക് ആയിരിക്കും. ഏത് CP കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോഴും അവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുത്തിരിക്കണം, പേ ചെയ്തിരിക്കണം. അത് മെച്യൂരിറ്റി പീരീഡിനെ അതേപോലെ തന്നെ ഇനീഷ്യൽ ബയറെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ടായിരിക്കുക. നെക്സ്റ്റ്, ബിൽസ് റീഡിസ്കൗണ്ടിങ് സ്കീം. ദി RBI ഇൻട്രൊഡ്യൂസ്ഡ് ദി ബിൽസ് മാർക്കറ്റ് സ്കീം BMS in 1952, which was later modified into the New Bills Market Scheme NBMS. Under this scheme, commercial banks can rediscount the bills which were originally discounted by them with approved institutions, commercial banks, development financial institutions, mutual funds, primary dealers, etc. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് 1952 ബിൽസ് മാർക്കറ്റ് സ്കീം BMS ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് കുറേ കാലത്തിന് ശേഷം മോഡിഫൈ ചെയ്തിട്ട് ന്യൂ ബിൽസ് മാർക്കറ്റ് സ്കീം എന്ന മറ്റ് MBMS ആയിട്ട് മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ബിൽസ് റീഡിസ്കൗണ്ടിങ് സ്കീം എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളെ അവരുടെ ഡിസ്കൗണ്ടുകൾ റീഡിസ്കൗണ്ട് ചെയ്യാണ്. ബിൽസ് റീഡിസ്കൗണ്ട് ചെയ്യുന്നതാണ്. ഒറിജിനൽ ഡിസ്കൗണ്ടിൽ നിന്നും അവർ റീഡിസ്കൗണ്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് അല്ലെങ്കിൽ സ്കീമിനെയാണ് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ബിൽസ് റീഡിസ്കൗണ്ടിങ് സ്കീം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മ്യൂച്വൽ ഫണ്ട്സ്, പ്രൈമറി ഡീലേഴ്സ്, ഇവരൊക്കെ അപ്രൂവ് ചെയ്തിട്ടുള്ള ബിൽസ് ഉണ്ടായിരിക്കും. ആ ബിൽസിൻ്റെ ഡിസ്കൗണ്ട് റീഡിസ്കൗണ്ട് ചെയ്യുന്നതാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആ ബിൽസിൻ്റെയൊക്കെ റീഡിസ്കൗണ്ട് ചെയ്യാണ്. ബിൽസിനൊക്കെ റീഡിസ്കൗണ്ട് ചെയ്യുന്ന ആ സ്കീമിനെയാണ് നമ്മൾ എന്ത് പറയുക? ഒറിജിനൽ ഡിസ്കൗണ്ടിൽ നിന്നും റീഡിസ്കൗണ്ട് ചെയ്യുന്ന ആ സ്കീമിനെയാണ് നമ്മൾ ബിൽസ് റീഡിസ്കൗണ്ടിങ് സ്കീം എന്ന് പറയുക. നെക്സ്റ്റ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡേറ്റഡ് സെക്യൂരിറ്റീസ്. Government of India dated securities are issued by the Reserve Bank of India on behalf of the Government of India. These form a part of the borrowing program approved by the Parliament in the Finance Bill each year, Union Budget. They have maturity ranging from 1 year to 30 years. Government of India dated securities are issued through the auction route. The RBI pre-specifies an approximate amount of dated securities that it intends to issue through the year. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡേറ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? RBI ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡേറ്റഡ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്.
ഓരോ ഇയറിലും യൂണിയൻ ബഡ്ജറ്റിൽ ഫിനാൻസ് ബില്ല് പാർലമെൻറ്റ് ഫിനാൻസ് ബില്ല് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ബോറോയിങ് പ്രോഗ്രാമിൽ നിന്നാണ് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡേറ്റഡ് സെക്യൂരിറ്റീസ് ഫോം ചെയ്തിട്ടുള്ളത്. ഇതിന് മെച്യൂരിറ്റി എന്ന് പറയുന്നത് 1 ഇയർ to 30 years ആണ്. ഒരു വർഷം തൊട്ടിട്ട് 30 വർഷം വരെയാണ് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡേറ്റഡ് സെക്യൂരിറ്റീസിൻ്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഓപ്ഷൻ റൂട്ടിലൂടെയാണ്. എങ്ങനെയാണ്? ഓപ്ഷൻ വഴിയാണ് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡേറ്റഡ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇൻഫ്ലേഷൻ ലിങ്ക്ഡ് ബോണ്ട്സ്. These are bonds for which the coupon payment in a particular period is linked to the inflation rate at that time. The base coupon rate is fixed with the inflation rate. Investors are often loath to invest in longer dated securities due to uncertainty of future interest rates. The idea behind these bonds is to make them attractive to investors by removing the uncertainty of future inflation rates, thereby maintaining the real value of their invested capital. ഇൻഫ്ലേഷൻ ലിങ്ക്ഡ് ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ബോണ്ടാണ്. അതിൻ്റെ കൂപ്പൺ പേയ്മെൻറ്റ് ഒരു പെർട്ടിക്കുലർ പീരീഡ് ഇൻഫ്ലേഷൻ റേറ്റുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻഫ്ലേഷൻ ലിങ്ക്ഡ് ബോണ്ട്സ് എന്ന് പറയാം. ഇൻഫ്ലേഷണറി റേറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു കൂപ്പൺ പേയ്മെൻറ്റ് ഓഫ് ബോണ്ട്സ് ആണ് ഇത് ഈ ഇൻഫ്ലേഷൻ ലിങ്ക്ഡ് ബോണ്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സീറോ കൂപ്പൺ ബോണ്ട്സ്. ദീസ് ആർ ബോണ്ട്സ് ഫോർ വിച്ച് ദർ ഈസ് നോ കൂപ്പൺ പേയ്മെൻറ്റ്. They are issued at a discount to face value with the discount providing the implicit interest payment. സീറോ കൂപ്പൺ ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഒരു ടൈപ്പ് ഓഫ് ബോണ്ടാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ കൂപ്പൺ പേയ്മെൻറ്റ് ഉണ്ടായിരിക്കില്ല. സീറോ കൂപ്പൺ ബോണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? ഒരു ടൈപ്പ് ഓഫ് ബോണ്ടാണ്, പക്ഷേ അവിടെ എന്തുണ്ടായിരിക്കില്ല? സീറോ കൂപ്പൺ പേയ്മെൻറ്റ് ആയിരിക്കും. അവിടെ കൂപ്പൺ പേയ്മെൻറ്റ് ഉണ്ടായിരിക്കില്ല. ആ ടൈപ്പ് ഓഫ് ബോണ്ടാണ് ഇത് സീറോ കൂപ്പൺ ബോണ്ട്സ് എന്ന് പറയുന്നത്. Next, state government securities or state loans. These are issued by the respective state governments, but the RBI coordinates the actual process of selling these securities. Each state is allowed to issue securities up to a certain limit each year. State government issue such securities to fund their development projects and finance their budgetary deficit. ഡെവലപ്മെൻറ്റൽ പ്രൊജക്ട്സിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ബഡ്ജറ്ററി ഡെഫിസിറ്റ്സ് ഉണ്ടാകുന്ന സമയങ്ങളിലും ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഡെവലപ്മെൻറ്റൽ പ്രൊജക്ട്സിൻ്റെ ടൈമിലും അതേപോലെ ബഡ്ജറ്ററി ഡെഫിസിറ്റ്സ് വരുന്ന സമയത്തും സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന തരത്തിലുള്ള സെക്യൂരിറ്റീസാണ് ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലോൺസ് എന്ന് പറയുന്നത്. Next, bonds of public financial institutions or PFIs. Apart from the public sector undertakings, financial institutions are also allowed to issue bonds, that too in much higher quantum. അതായത് ബോണ്ട്സ് ഓഫ് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്ത് ചെയ്യാൻ പറ്റുക? ബോണ്ട്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട്സുകളെയാണ് നമ്മൾ എന്ത് പറയുക? ബോണ്ട്സ് ഓഫ് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുക. അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യാൻ അലൗഡ് ആണ്, അപ്രൂവ്ഡ് ആണ്. അങ്ങനെ അത്തരത്തിലുള്ള കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട്സിനെയാണ് ബോണ്ട്സ് ഓഫ് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയാം. നെക്സ്റ്റ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ബോണ്ട്സ് ഓർ PSU bonds. These are long-term debt instruments issued by public sector undertakings PSUs. Typically, they have maturities ranging between 5 to 10 years and they are issued in denominations face value of ₹1,000 each. Most of these issues are made on a private placement basis to a targeted investor base at a market determined interest rates. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ബോണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അത് ഇഷ്യൂ ചെയ്യുന്നത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആണ്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഇത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ബോണ്ട്സ് എന്ന് പറയുന്നത്. അതിൻ്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് 5 വർഷം തൊട്ട് 10 വർഷം വരെയാണ്. ഇതിൻ്റെ ഡിനോമിനേഷൻ എന്ന് പറയുന്നത് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 1000 രൂപയാണ്. നെക്സ്റ്റ്, കോർപ്പറേറ്റ് ഡിബഞ്ചേഴ്സ്. These are long-term debt instruments issued by private sector companies. These are issued in denomination as low as ₹1,000 and have maturities ranging between 1 and 10 years. A key feature that distinguishes debentures from bonds is the stamp duty payment. Debenture stamp duty is a state subject and the quantum of incidence varies from state to state.
Transfer stamp duty remains high in many states and is probably the biggest deterrent for trading debentures, result in lack of liquidity. കോർപ്പറേറ്റ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇത് കോർപ്പറേറ്റ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിനോമിനേഷൻ അല്ലെങ്കിൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 1000 രൂപയാണ്. ഇതിൻ്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് 1 വർഷം തൊട്ട് 10 വർഷം വരെയാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഡിബഞ്ചറിനെയും ബോണ്ടിനെയും തമ്മിൽ ഡിഫറൻസ് വേർതിരിക്കുന്നത് എന്ന് വെച്ചാൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് സ്ട്രൈപ്സ്, സെപ്പറേറ്റ് ട്രേഡിംഗ് ഓഫ് രജിസ്റ്റേർഡ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ സെക്യൂരിറ്റീസ്. It is that whose interest and principal portions of the security have been separated or striped. These may be then be sold separately in the secondary market. Stripes എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ട്രേഡിംഗ് ഓഫ് രജിസ്റ്റേർഡ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റിയുടെ ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ പോർഷനും സെപ്പറേറ്റ് ആയിക്കൊണ്ട് ചെയ്യുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് സ്ട്രൈപ്സ് എന്ന് പറയുന്നത്. ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് സെക്കൻഡറി മാർക്കറ്റിൽ സോൾഡ് ചെയ്യുക.